Good morning, students. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ സർക്കിൾ മെഷേഴ്സിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പിക്ചേഴ്സ് ബിലോ ഷോ സർക്കിൾസ് ത്രൂ ദ വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ ആൻഡ് എ റെക്ടാംഗിൾ. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. സർക്കിളിൽ സ്ക്വയേഴ്സ് വരുമ്പോഴും ഒരു റെക്ടാംഗിൾ വരുമ്പോൾ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്. ഏരിയ ഓഫ് സർക്കിൾ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തതാണ്. ഒരു സർക്കിളാണ്, ആ സർക്കിളില് സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്ക്വയർ ആയതുകൊണ്ട് സൈഡ്സ് എത്രയായിട്ടാണ് എടുത്തത്? ക്വസ്റ്റ്യനിൽ തന്നത് 3 സെന്റിമീറ്റർ ആണ്. ഏരിയ കാണും. അപ്പൊ നിങ്ങൾക്കറിയാം സ്ക്വയറിന്റെ ഫസ്റ്റ് സ്ക്വയർ വെച്ചിട്ട് ഏരിയ ഓഫ് സർക്കിൾ കാണാൻ പറഞ്ഞാൽ സ്ക്വയേഴ്സിന്റെ സൈഡ്സ് ഒക്കെ 3 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ കാണാൻ ശ്രമിക്കാം. ഒന്ന് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഡയഗണൽ കാണാം, അല്ലെങ്കിൽ നേരെ ഇക്വേഷൻ എ ആണ് സൈഡ് എങ്കിൽ ഡയഗണൽ കാണാൻ എന്ത് ചെയ്താൽ മതി? d is equal to a√2 എന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്യാം. 9 പ്ലസ് 9 18 വരും. 18ന്റെ ആൻസർ എത്ര വരിക? 3√2. ഇവിടെ നമുക്ക് നേരിട്ട് ചെയ്യാം. a 3 ആണെങ്കിൽ 3√2 ആണ് ഡയമീറ്റർ വരിക. ഡയമീറ്റർ കിട്ടിയാൽ നമുക്ക് റേഡിയസ് കാണും. റേഡിയസ് പറഞ്ഞാൽ 3√2ന്റെ ഹാഫ് ആയിരിക്കും വരും. സൈഡ് 3 സെന്റിമീറ്ററും ഡയമീറ്റർ a√2 ആണെങ്കിൽ നമുക്ക് ഡയമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താണ്? എന്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ 3√2. അപ്പം a2 ആണെങ്കിൽ 2√2. ഡയമീറ്റർ എന്തായിരിക്കും? 2√2. 5 ആണ് സൈഡ് എങ്കിൽ 5√2 ആയിരിക്കും. 7 ആണ് സൈഡ് എങ്കിൽ 7√2 ആയിരിക്കും. അപ്പൊ ഇവിടെ 3 ആണ്. അപ്പൊ ഡയമീറ്റർ 3√2 ആയതുകൊണ്ട് റേഡിയസ് എന്താ? 3√2/2 ആണ്. ഇനി ഏരിയ ഓഫ് സർക്കിൾ ആണ്. ഏരിയ ഓഫ് സർക്കിൾ കാണാൻ ഇക്വേഷൻ ആണ് πr². നിങ്ങൾക്കറിയാം പൈന്റെ വാല്യൂ 3.14 എടുത്ത് ചെയ്യാം. ഇൻറ്റു r ഇവിടെ തന്ന് ഉപയോഗിച്ച് ചെയ്യാം. 3.14 ഇൻറ്റു r. r എത്രയാ? 3√2/2 സ്ക്വയർ ആണ്. അപ്പം നമുക്കറിയാം 3.14 ഇൻറ്റു 3ന്റെ സ്ക്വയർ 9 ആണ്. √2ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ബൈ 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. അതിൽ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. അപ്പൊ 3.14 ഇൻറ്റു 9ന്റെ ഹാഫ് എത്രയാണ്? 4.5 ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. സെന്റിമീറ്റർ സ്ക്വയറിന് എഴുതാം. ഏരിയ 13.13 സെന്റിമീറ്റർ. 3.14നെ 4.5 കൊണ്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14.13 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏതിൽ വരിക? സ്ക്വയർ 3 സെന്റിമീറ്റർ ആയി വരുമ്പോൾ. അപ്പോൾ ഒന്നുമില്ല, സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഡയമീറ്റർ കാണാം. ഡയമീറ്റർ കണ്ടു കഴിഞ്ഞാൽ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയന്റെ ഇക്വേഷനിൽ കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പഠിക്കും. സെക്കൻഡ് അതുപോലെ സർക്കിളിനുള്ളിൽ റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ ആവുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ സിമ്പിളായിട്ട് ചെയ്യേണ്ട പൈത്തഗോറസ് തിയറം വെച്ച് ചെയ്താൽ മതി. റെക്ടാംഗിൾ ആണ് തന്നത്. സെക്കൻഡ് ഫിഗർ റെക്ടാംഗിൾ ആണ്. ലെങ്ത് 4 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെന്റിമീറ്ററും ആണെങ്കിൽ ഏരിയ. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹൈപ്പോട്ടനീസ്, അതാണ് ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ കാണാൻ എന്ത് ചെയ്യണം? ഡയമീറ്റർ കാണാൻ, ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ അതായത് ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ വരിക? പൈത്തഗോറസ് തിയറം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോട്ടനീസ് ആണ്. ആ ഹൈപ്പോട്ടനീസ് കാണാൻ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ബൈ പൈത്തഗോറസ് തിയറം. ഇനി ഹൈപ്പോട്ടനീസ് ഡയമീറ്റർ അല്ലെങ്കിൽ ഡയഗണൽ ഓഫ് എ റെക്ടാംഗിൾ ആണ്. ഈക്വൽ ടു ബേസ് എത്ര ഇവിടെ? 4 ആണ്. 4 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്ര വരിക? 2 സ്ക്വയർ ആണ് വരിക. 4ന്റെ സ്ക്വയർ എത്ര വരിക? 4 × 4 16 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഡി സ്ക്വയർ അതായത് ഡയമീറ്റർ സ്ക്വയർ എത്ര വരും? 20 വരും. അപ്പൊ d is equal to എത്ര കിട്ടുക? ഡയമീറ്റർ is equal to √20 ആണ് വരിക. √20 എന്ന് പറഞ്ഞാൽ 4 × 5 ആണ്. 4 × 5 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. 2√5 ആണ് ഇത് ഡയമീറ്റർ. അപ്പൊ ഡയമീറ്ററിൽ നമുക്ക് വേണ്ടത് റേഡിയസ് ആണ് കാണുന്നത്. റേഡിയസ് കാണാൻ d/2 ആണ്. d എന്ന് പറഞ്ഞാൽ 2√5/2 ആണ്. അപ്പൊ 2 ക്യാൻസൽ ചെയ്താൽ √5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് കിട്ടി. റേഡിയസ് കിട്ടിയാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കണ്ടേ? ഏരിയ ആണ് കണ്ടത്. ഏരിയ കാണാൻ ഇക്വേഷൻ ആണ് πr².
ഇനി വാല്യൂ കൊടുക്കുക. പൈന്റെ സ്ഥാനത്ത് 3.14ഉം റേഡിയസിന്റെ സ്ഥാനത്ത് √5 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 3.14 ഇൻറ്റു √5ന്റെ സ്ക്വയർ. √5ന്റെ സ്ക്വയർ റൂട്ട് പോവും, എന്തായി മാറും 5. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15.70 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. 15.70. അപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബേസും ഹൈറ്റും കിട്ടിയ ഡയഗണലിൽ കാണാം, അതായത് ഡയമീറ്റർ കാണാം. പൈത്തഗോറസ് തിയറം വെച്ച് ഇപ്പോൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏരിയ കാണാൻ പറ്റും. ഏരിയയുടെ ഇക്വേഷനിൽ കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡ്രോ സർക്കിൾസ് സെന്റേർഡ് ഓൺ ദ കോർണർ. ആ സ്ക്വയറിന്റെ കോർണറിൽ സർക്കിൾ വരയ്ക്കാം. ഓഫ് റേഡിയസ് ഹാഫ് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ. സ്ക്വയറിന്റെ സൈഡിന്റെ ഹാഫ് എടുത്തിട്ടാണ് സർക്കിൾ കോർണറിൽ വരയ്ക്കുന്നത്. ഡ്രോ അനദർ സ്ക്വയർ. വേറൊരു സ്ക്വയർ വരയ്ക്കാം. ഫോംഡ് ബൈ 4 ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ ആൻഡ് സർക്കിൾ ജസ്റ്റ് ഫിറ്റിംഗ് ഇൻ ടു ഇറ്റ്. സർക്കിൾ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കാം. Prove that the area of large circle is equal to the sum of area of the 4 small circle. ആ സ്മോൾ സർക്കിളിന്റെ ഏരിയകൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ഏരിയ ഓഫ് ബിഗ് സർക്കിൾ, അതായത് ലാർജ് സർക്കിൾ. ലാർജ് സർക്കിളിന്റെ ഏരിയ എന്താണോ അത് എന്തിനോട് ഈക്വൽ ആണ്, നമ്മുടെ സം ഓഫ് ഏരിയ ഓഫ് ദ 4 സ്മോൾ സർക്കിൾസ്. ആ സ്മോൾ സർക്കിൾസിന്റെ ഏരിയന്റെ സമ്മിന് ഈക്വൽ. അപ്പൊ അതുകൊണ്ട് ഫിഗർ ആദ്യം വരയ്ക്കാം. നമുക്ക് തന്നത് ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡിന്റെ ഹാഫ് ആക്കിയിട്ട്, ഹാഫാണ്, എത്രയാണോ ഹാഫ്, ആ ഹാഫ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ സർക്കിൾ റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ. സർക്കിൾ കോർണറിൽ വരയ്ക്കുക, സെന്റർ ആക്കിക്കൊണ്ട്. അതേമാതിരി ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഹാഫ് ഓഫ് റേഡിയസിലാണ് സർക്കിൾ വരയ്ക്കുന്നത്. ഒരേ സൈസിലായിരിക്കും, സൈസ് സെയിം ആക്കിക്കൊണ്ട് വരയ്ക്കാം. ഫോർ സർക്കിൾസ് ആണ്. അപ്പൊ സർക്കിൾസ് 4 കോർണറിൽ വരച്ചു. ആ സ്മോൾ സർക്കിൾസിന്റെ പാർട്ട്, ഓരോ പാർട്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാണ്. അത് ഏതിൽ ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടുകയാണെങ്കിൽ അത് ഏതൊരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് പ്രൂവ് ചെയ്യുന്നത് ഇതിന്റെ ഏരിയ, അതായത് ഈ സ്മോൾ സർക്കിളിന്റെ ലാർജ് സർക്കിളിന്റെ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ. അപ്പൊ ആ കോർണർ ആദ്യത്തിന്റെ റേഡിയസ് 6 ആക്കി എടുക്കുകയാണ്. ഈ സൈഡ് എന്തായി മാറും, 2r ആയി മാറും. സൈഡ് ഓഫ് ദ സ്ക്വയർ 2r ആണ്. ആ 2rന്റെ ഹാഫ് റേഡിയസിലാണ് സർക്കിൾ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ സർക്കിളിന്റെ റേഡിയസ് 6 ആക്കി എടുത്തപ്പോൾ സൈഡ് എന്താവും, 2r ആവും. ഇനി നിങ്ങൾക്ക് ഇതേമായിട്ട് 4 സ്ക്വയേഴ്സ് ചേർന്നിട്ട്, ഇപ്പൊ സ്ക്വയേഴ്സിന്റെ സൈഡ് എന്താണ്, 2r. എല്ലാ സൈഡും 2r. അങ്ങനെ 4 സ്ക്വയേഴ്സ് ചേർന്നിട്ട് വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ വരികയാണ്. ആ സർക്കിളിന്റെ ഏരിയ ഈ സ്മോൾ സർക്കിളിന്റെ ഏരിയന്റെ എന്തായിരിക്കും, സമ്മിന് ഈക്വൽ ആണ്. അപ്പൊ ഈ സർക്കിളിന്റെ ഏരിയ ഫസ്റ്റ് കാണാം. അപ്പൊ ഫസ്റ്റ് ഏരിയ ഓഫ് ലാർജ് സർക്കിൾ, ഏരിയ ഓഫ് ലാർജ് സർക്കിൾ. അപ്പൊ ലാർജ് സർക്കിളിന്റെ റേഡിയസ് എന്താ വരിക, റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ എന്താ വരിക, ഒന്ന് ചിത്രത്തിൽ നോക്കി പറയൂ. റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ എന്തായിരിക്കും, ഈ സ്ക്വയറിന്റെ സൈഡ് ആയിരിക്കും ഇവിടെ റേഡിയസ് ആയിട്ട് വരിക. അങ്ങനെ ഈ സ്ക്വയർ 4 സ്ക്വയേഴ്സ് ചേർന്നിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ആ 4 സ്ക്വയേഴ്സ് ചേർന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയന്റെ സ്ക്വയേഴ്സിന്റെ ഏരിയ ആണ് കിട്ടുന്നത്. അതായത് ഇത് 3 സ്മോൾ സർക്കിൾസ് ആണ്. ആ സ്മോൾ സർക്കിൾസിന്റെ ഏരിയ എന്തായിട്ടാണ് എടുക്കാൻ വേണ്ടത്, ഇവിടെ ഒരു സ്ക്വയർ എടുത്തു, ആ സ്ക്വയറിന്റെ സൈഡ് 2r എടുത്തു. അപ്പൊ റേഡിയസ് ആയിട്ട് ഹാഫ് ആക്കിയിട്ട് 4 സർക്കിൾസ് അറ്റ് ദ കോർണറിൽ വരയ്ക്കാം. കോർണർ വരച്ച് കിട്ടുമ്പോൾ ഇതിന്റെ ഏരിയന്റെ സമ്മ് എന്താണ് കാണിക്കണം, ഈ സ്ക്വയറിന്റെ 4 ടൈംസ് ആണ് വരുന്നത്. 4 സ്ക്വയേഴ്സ് ചേർന്നതിൽ ഒരു സർക്കിൾ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഏരിയക്ക് ഈക്വൽ ആവും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ലാർജ് സർക്കിളിന്റെ ഏരിയ ആണ് കാണാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ റേഡിയസ് 4 സ്ക്വയേഴ്സ് ചേർന്നതുകൊണ്ട് സ്ക്വയറിന്റെ സൈഡ് 2r ആണ്. അപ്പൊ ആ റേഡിയസ് ആണ് നമുക്ക് ലാർജ് സർക്കിളിന്റെ വരിക ഫിറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പൊ റേഡിയസ് 2r.
ഇനി ലാർജ് സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ശേഷം പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ റേഡിയസ് എത്രയായിട്ടാണ് വരുന്നത്? 2r. ക്യാപിറ്റൽ ആർ ആക്കി റേഡിയസ് 2r ആണ്. അപ്പൊ 2rന്റെ സ്ക്വയർ. 2rന്റെ സ്ക്വയർ എത്രയാ? 2ന്റെ സ്ക്വയർ 4r സ്ക്വയർ. അപ്പൊ 4πr സ്ക്വയർ ആണ് വരിക ലാർജ് സർക്കിളിന്റെ ഏരിയ. ഇനി സ്മോൾ സർക്കിളിന്റെ റേഡിയസ്. റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ. റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എന്താണ്? സ്മോൾ സർക്കിൾ റേഡിയസ് r ആണ്. അപ്പം ഏരിയ എന്തായി മാറും? ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ പൈ ആർ സ്ക്വയർ ആയിട്ട്. അങ്ങനെ എത്ര സ്മോൾ സർക്കിൾസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്? ഏരിയ ഓഫ് 4 സ്മോൾ സർക്കിൾ. ഏരിയ ഓഫ് 4 സ്മോൾ സർക്കിൾ എന്തായിരിക്കും? 4 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പൊ എത്ര വരും? 4 പൈ ആർ സ്ക്വയർ ആണ് വരും. അപ്പൊ എന്താ പറഞ്ഞത്? ലാർജ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോഴും 4 പൈ ആർ സ്ക്വയർ ആണ്. സ്മോൾ സർക്കിൾസിന്റെ 4 സർക്കിളിന്റെ ഏരിയ കൂടെ ചെയ്തപ്പോഴും നമുക്ക് എന്താ വരുന്നത്? പൈ ആർ സ്ക്വയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ നമുക്ക് സൈഡ് 2r ആക്കി എടുക്കാം. അപ്പോൾ അതിന്റെ ഹാഫ് ആയിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. സെന്റർ വെർട്ടെക്സ് ഓഫ് ദ സ്ക്വയർ ആയിട്ട് വരയ്ക്കും. അങ്ങനെ സർക്കിൾസ് കിട്ടുന്ന സർക്കിളിന്റെ ഏരിയ സം ഓഫ് ഏരിയ ഇതിന് ഈക്വൽ ആയിരിക്കണം. ഇതേമായിട്ട് 4 സ്ക്വയേഴ്സ് ആഡ് ചെയ്താലും ഫിറ്റ് ചെയ്യുന്ന സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. സ്ക്വയേഴ്സിന്റെ ഏരിയക്ക് ഫിറ്റ് ചെയ്യുന്ന സർക്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിച്ചു. റേഡിയസ് 2r എഴുതി. കാരണം സൈഡ് സ്മോൾ സർക്കിളിന്റെ സൈഡ് 2r ആയിരുന്നു. അപ്പോൾ റേഡിയസ് 2r ആയിട്ട് എടുക്കുക. ഏരിയ കണ്ടുപിടിച്ചത്. ഏരിയ കണ്ടുപിടിച്ചാൽ 4 പൈ ആർ സ്ക്വയർ കിട്ടും. അതുപോലെ സ്മോൾ സർക്കിളിന്റെ ഏരിയ കാണാം. അങ്ങനെ 4 സ്മോൾ സർക്കിൾസിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ഈക്വൽ ടു ദ ഏരിയ ഓഫ് സം ഓഫ് 4 സ്മോൾ സർക്കിൾസ്. അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 4. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ 2 പിക്ചേഴ്സ് ബിലോ ദ സ്ക്വയർ ആർ ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ സ്ക്വയർ സെയിം ആയിട്ടുള്ള 2 സ്ക്വയേഴ്സ് എടുക്കാണ്. സ്ക്വയർ സെയിം സൈസിലാണ്. സെയിം സൈസ് ഓഫ് സ്ക്വയേഴ്സ്. പ്രൂവ് ദാറ്റ് ദ ഗ്രീൻ റീജിയൻ ആർ ഓഫ് ദ സെയിം ഏരിയ. ഈ ഫിഗറിൽ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫിഗർ തന്നത്. ഈ ഫിഗേഴ്സിൽ ഗ്രീൻ റീജിയൻ, അതായത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കളറാണ്? ഇവിടെ ഷെയ്ഡ് റീജിയൻ. അതുപോലെ അത് എന്തിന് ഈക്വൽ ആണെന്ന് കാണിക്കണം. ഇവിടെ സർക്കിൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന പോർഷൻ ഈ ഷെയ്ഡ് റീജിയനും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇവിടെ ഉണ്ടാക്കുന്ന ഏരിയയും ഷെയ്ഡ് റീജിയൻ അല്ലെങ്കിൽ ഗ്രീൻ റീജിയനും ഈക്വൽ ആണ്. ഈ ഗ്രീൻ റീജിയനും ഇവിടുത്തെ റീജിയന്റെ ഏരിയ സെയിം ആണെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ റീജിയന്റെ അല്ലെങ്കിൽ ഷെയ്ഡ് റീജിയന്റെ ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ എന്ന് എന്ത് മനസ്സ് ചെയ്താൽ മതി? ഇവിടെ ഒരു സർക്കിളിന്റെ പാർട്ടും ഈ സർക്കിളിന്റെ പാർട്ട്, അങ്ങനെ 4 സർക്കിളിന്റെ പാർട്ട് ജോയിൻ ചെയ്ത ഒരു സർക്കിളായി മാറും. അപ്പൊ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അതുപോലെ സർക്കിളിൽ നോക്കുമ്പോഴും സർക്കിൾ ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക? സർക്കിള് മൈനസ് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ 4 പാർട്ടും കൂടെ ജോയിൻ ചെയ്ത ഒരു സർക്കിളാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ഷെയ്ഡ് റീജിയൻ കാണാം. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ഇത് ഫസ്റ്റ് ഫിഗർ ആക്കി എടുക്കുക, ഇത് സെക്കൻഡ് ഫിഗർ ആക്കി എടുക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഷെയ്ഡ് റീജിയൻ ഫസ്റ്റ് ഫിഗറിന്റെ കേസ്. ഫിഗർ ഫസ്റ്റ് ഈ ഷെയ്ഡ് റീജിയൻ കാണുന്നത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ സൈഡ് എന്തായിട്ട് എടുക്കുക? 2r ആയിട്ട് എടുക്കുക. സൈഡ് 2r ആയിട്ട് എടുക്കുക. അപ്പോൾ റേഡിയസ് എന്തായിട്ട് വരും? ഇതിന്റെ റേഡിയസ് r ആയിട്ട് വരും. അപ്പോൾ ആ ഫിഗറിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഏരിയ ഓഫ് സ്ക്വയറിന് എന്ത് മൈനസ് ചെയ്താൽ മതി? 4 ഏരിയ ഓഫ് 4 പാർട്ടാണ്. ആ 4 പാർട്ടും കൂടെ ചേർന്നാൽ എന്തായി മാറും? സർക്കിളായി മാറും. ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ചെയ്താൽ ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പൊ നിങ്ങൾക്കറിയാം ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ സൈഡ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. സൈഡ് ഇൻറ്റു സൈഡ് മൈനസ് ഏരിയ ഓഫ് സർക്കിൾ കാണാൻ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. നിങ്ങൾക്ക് സൈഡ് നോക്കുക. സൈഡ് എന്താണ്? ഫസ്റ്റ് ഫിഗറിന്റെ സൈഡ് എന്താ? 2r ആണ്. എന്ന് പറഞ്ഞത് ഇവിടെ എത്രയായിട്ട് എടുക്കുന്നത്? 2r ആണ്.
2r എടുത്ത് എന്തിനാ റേഡിയസ് 6 ആക്കി എടുക്കാൻ വേണ്ടി. 2r ഹോൾ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു റേഡിയസ് r തന്നെയാണ് പൈ ആർ സ്ക്വയർ. 2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4r സ്ക്വയർ പൈ ആർ സ്ക്വയർ. അതിന് ഏരിയ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആർ സ്ക്വയർ പുറമേക്ക് എടുത്തിട്ട് 4 മൈനസ് പൈ എന്ന് എഴുതാം. 4 മൈനസ് പൈ എന്ന് പറഞ്ഞാൽ പൈയുടെ വാല്യൂ എടുത്ത് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് 4 മൈനസ് പൈ എന്നാണ് ആർ സ്ക്വയർ പുറമേക്ക് എടുക്കാം. 4 ഉണ്ട് പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. അവിടെ നിർത്തിയാലും മതി, ഇവിടെ നിർത്തി വെച്ചാലും മതി. അപ്പോൾ എത്രയാ 3.14 മൈനസ് ചെയ്യുക 6ഉം 8 0.8 ആർ സ്ക്വയർ ആണ് ഏതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡർ റീജിയൻ്റെ ഏരിയ. അതാണ് 0.86 ആർ സ്ക്വയർ. അല്ലെങ്കിൽ ഇവിടെ എഴുതിയാൽ മതി 4 മൈനസ് പൈ ആർ സ്ക്വയർ. അതുപോലെ ഫിഗർ 2 എടുക്കാം. ഫിഗർ 2ല് ഏരിയ ഓഫ് ഷെയ്ഡർ റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡർ റീജിയൻ. ഷെയ്ഡർ റീജിയൻ ഇവിടെ ഏതാണ്? അവിടെ നോക്കുമ്പോൾ ഈ ഷെയ്ഡറിന്റെ റീജിയൻ കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താണ്. അതുകൊണ്ട് പക്ഷെ ഇപ്പൊ അറിയാം ഫിഗർ രണ്ടും സ്ക്വയേഴ്സിന്റെ സൈഡ് സെയിം ആണ് പറഞ്ഞിട്ടുണ്ട്. 2r തന്നെ എടുക്കും. 2r ആണ്. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ 2r ആണ്. ഇപ്പൊ ഡയമീറ്റർ 2r ആയതുകൊണ്ട് ഇത് റേഡിയസ് എത്രയുണ്ടാവും? 6 ആണ് ഉണ്ടാവും. അത് മനസ്സിലാക്കി വെക്കാം. സൈഡ് ഓഫ് ദ സ്ക്വയേഴ്സ് സെയിം ലെങ്ത് ആണ്, സെയിം സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 2r എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും 2r എടുക്കുക. അപ്പോൾ ഈ സർക്കിളിന്റെ ഡയമീറ്റർ 2r ആണ്. അപ്പോൾ റേഡിയസ് എന്തായാലും എടുക്കുക 6. അപ്പോൾ ഷെയ്ഡ് റീജിയൻ കാണാൻ നിങ്ങൾ എന്താ ചെയ്യാം? ഏരിയ ഓഫ് സ്ക്വയറിന് ഏരിയ ഓഫ് എ സ്ക്വയർ മൈനസ് ഇത് ചെയ്താൽ മതി. ഏരിയ ഓഫ് സർക്കിൾ ചെയ്താൽ മതി. ഏരിയ ഓഫ് എ സർക്കിൾ. സ്ക്വയറിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? സൈഡ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സർക്കിൾ കാണാൻ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ. ഇവിടെ സൈഡ് എന്തായിട്ട് എടുക്കുക? 2r ആണ്. റേഡിയസ് ഇവിടെ ആർ സ്ക്വയർ ആയിട്ടാണ്. അപ്പൊ സെയിം ആൻസർ വരും 4r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ പുറമേക്ക് എടുക്കുമ്പോൾ 4 മൈനസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ ഇതന്നെയൊരു ആൻസർ വന്നത്. രണ്ടും ആൻസർ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 4 മൈനസ് പൈ ആർ സ്ക്വയർ എഴുതി വെക്കാം. അത് എത്രയാണ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്? 0.86. അപ്പൊ രണ്ടിൻ്റെയും റേഡിയസ് ഫസ്റ്റ് ഫിഗറിലെ ഏരിയയും ഷെയ്ഡർ റീജിയൻ്റെ ഏരിയയും സെക്കൻഡ് ഫിഗറിലെ ഷെയ്ഡർ റീജിയൻ്റെ ഏരിയയും എന്തായി മാറും? സെയിം തന്നെയായി മാറും. അപ്പോൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? നമ്മൾ നോക്കാം ഈ സ്ക്വയറിനുള്ള ഷെയ്ഡർ റീജിയൻ കാണാൻ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു പാർട്ട് ഒരു 1/4 ഓഫ് സർക്കിളാണ്. അതാണ് എത്ര സർക്കിൾ ഉണ്ട്? 4 1/4 ആണ്. അത് ഒന്നായിട്ട് ചേർന്നാൽ ഒരു സർക്കിളാണെന്ന് ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ ഷെയ്ഡർ റീജിയൻ കിട്ടും. അതുപോലെ ഈ ക്വസ്റ്റ്യൻ നിന്നും ഷെയ്ഡർ റീജിയൻ കാണാൻ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ചെയ്താൽ